ഹലോ, സുറൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാനായി പോകുന്നത് കട്ട്ലേറ്റാണ്. അതിനായി നമ്മളിതാ ഇവിടെ അതിനാവശ്യമായ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ബീഫും ചിക്കനും അതുപോലെ ഉരുളൻകിഴങ്ങ് അതൊന്നും വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് അല്ല. ഇന്നൊരു വെറൈറ്റിയാണ്. നമുക്ക് അതെങ്ങനെ എന്താണെന്ന് നോക്കാം. ഇത് മധുരക്കിഴങ്ങാണ്. നമ്മൾ ചില സ്ഥലങ്ങളിൽ കപ്പക്കിഴങ്ങെന്നും ചില സ്ഥലങ്ങളിൽ ചക്കരക്കിഴങ്ങെന്നും ചില സ്ഥലത്ത് മധുരക്കിഴങ്ങെന്നും പല പേരിലും പറയും. അപ്പോൾ നമ്മളിത് ചക്കരക്കിഴങ്ങ് കൊണ്ടാണ്, മധുരക്കിഴങ്ങ് കൊണ്ട് ആണ് നമ്മളിന്ന് ഈ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഞാനൊരു 3 കഷ്ണം കപ്പക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറഞ്ഞ സംഭവം, അപ്പോൾ അതാണ് 3 കഷ്ണം ആണ് ശരിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഉടച്ച് പുഴുങ്ങി തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. സാധാരണ കട്ട്ലേറ്റിന് ആവശ്യമായ സാധനങ്ങൾ തന്നെ: ഒരു സബോളയും, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളിയുടെ അല്ലി കൂടി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് വേപ്പില ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്. പിന്നെ ഇത് നമ്മളെ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട്, ഗ്രാമ്പു മസാല ഒരു 1/4 ടീസ്പൂൺ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പിന്നെ നമുക്ക് ഇതിൽ ആവശ്യമായിട്ട് ബ്രെഡ് പൊടിച്ചതും മുട്ടയും വേണം. അപ്പോൾ അത് നമുക്ക് സാധാരണ തയ്യാറാക്കുന്നത് പോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ സബോള ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക സബോള. ഇനി നമുക്കിതിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതക്കിയതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ സബോള മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മസാലയും ഉള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചക്കരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചക്കരക്കിഴങ്ങ് ഇട്ടു. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓഫാക്കി ചൂടാറിയതിന് ശേഷം റെഡിയാക്കി എടുക്കാം. ഇനി ഇതിന് മേലെ ലേശം മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായി കുഴക്കണം. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് പോലെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചക്കരക്കിഴങ്ങൊക്കെ കിട്ടുന്ന സമയത്ത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ കട്ട്ലേറ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കേ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.